ഈ കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീർത്തും ജനവിരുദ്ധമായും സ്വർണ്ണക്കള്ളക്കടത്തു മുതൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരെയും പട്ടിണിക്കാരനെയും എല്ലാം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ആരോഗ്യ മേഖലയിലടക്കം നടക്കുന്ന അനീതികളും. എൻ്റെ കൂടെ ഉള്ളത് ട്രാൻസ് വുമൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരാണ്. സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പല കാരണങ്ങളാൽ മുൻനിരയിൽ എത്തപ്പെടാതെ പോവുകയും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇത്തരം വിഭാഗക്കാർ ട്രാൻസ് വുമൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വളരെയധികം വിഷമം. അവർക്ക് മുഖ്യധാരയിൽ ഒരു തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ അങ്ങനെ ഏത് മേഖലയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ അവരിന്ന് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ അവർ അതിനോടൊപ്പം അണിചേരുന്ന അവരെ മുൻനിരയിലെത്താൻ അവർക്ക് പല സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോടൊപ്പം ചോദിക്കാം. അവരിന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? പല്ലവി. ഇതിന് കോൺഗ്രസിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ അല്ല, ഇങ്ങടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ, അതായത് KPTC, കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പോഷക സംഘടനയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. പല്ലവി എന്നാണ് പേര്. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിൽ നിങ്ങളെയൊക്കെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ട് ഈ പുതുയുഗ യാത്രയിൽ ഇവിടെ പങ്കുചേരുമ്പോൾ. എൻ്റെ പേര് അരുണിമ എം കുറുപ്പ്. ഞാൻ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ പ്രഥമ സംസ്ഥാന പ്രസിഡൻറ്റും ഇപ്പോഴത്തെ സംഘടനയുടെ ചുമതലക്കാരിയും KPCC അംഗവുമാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ വന്നു. അതിലുപരി കൊല്ലം ജില്ലയിൽ വളരെ ഗംഭീരമായി ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണ പരിപാടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നൽകാൻ സാധിച്ചു. ഈ സമൂഹത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി എപ്പോഴും ഞങ്ങളെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വയലാറിൽ നിന്ന് മത്സരിച്ച കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം എന്നും ഞങ്ങളോടൊപ്പവും ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടും ചേർന്നാണ് പോകുന്നത്. അതിലൊത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്താണ് പേര്? നടാല. എന്താണ്? സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ട്രാൻസ്ജെൻഡർ വുമൻ വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇതിന്റെ പുതുമുഖ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു ആളുകൾ ചേർന്ന് വന്ന ഒരു പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ അത് ഗംഭീരമാക്കാൻ കൊല്ലത്ത് പറ്റിയിട്ടുണ്ട്. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് അശ്വതി. ഞാൻ ജില്ലാ പ്രസിഡന്റാണ്. കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഈ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. എന്താണ് പേര്? പ്രവീണ. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് എന്ത് ചുമതല വല്ലതും ഉണ്ടോ? ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. വേറെ എന്തെങ്കിലും പറയാം? അതെ, നമ്മുടെ ഇപ്പോൾ ഈ ഇടതുപക്ഷ സംഘടനയിലും നമ്മുടെ ഇതുപോലെ ട്രാൻസ്ജെൻഡർ ഒരു സംഘടനയുണ്ട്, പോഷക സംഘടനയുണ്ട്. അതിൽ പോലും നമുക്കൊരു വേദിയിൽ കയറി ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആൾക്കാർക്ക് വേദിയിലൊന്നും ഇരിക്കാനോ ഉള്ള ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഈ നടന്നിരുന്ന ഓരോ യാത്രകളിലും ഓരോ കമ്മിറ്റികളിലും ഒന്നും ഇതുവരെ വേദിയിൽ കയറി ഇരിക്കാനോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്കാർക്ക് ഒരു മുൻനിരയിലോട്ട് എത്തിക്കാനോ ഒന്നും ഒരു സംഘടനയിലുള്ള ഇതിലും പറ്റിയിട്ടില്ല. ഒരു പാർട്ടിയിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ സംഘടനയിലുള്ള ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ വേദിയിൽ ഇരുന്നാണ് ഈ പാർട്ടിയുടെ പുതിയ യാത്രയ്ക്ക് ഞങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വിഭാഗത്തിൽ സാധാരണ ജീവിതം പോലും നയിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. നിങ്ങളിപ്പോൾ എന്തായാലും കുറച്ച് പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ ഒരു നിരയിൽ. കുറച്ച് പേരല്ല, ഞങ്ങൾ കുറച്ചധികം ആളുകൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു. കാരണം ഇവിടുത്തെ പൊതുജനങ്ങളും പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കേണ്ടവരാണ് ഞങ്ങളും. ഇടതുപക്ഷ ദുർഭരണം, കെടുകാര്യസ്ഥത ഈ കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീർത്തും ജനവിരുദ്ധമായും സ്വർണ്ണക്കള്ളക്കടത്തു മുതൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരെയും പട്ടിണിക്കാരനെയും എല്ലാം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. ആരോഗ്യ മേഖലയിലടക്കം നടക്കുന്ന അനീതികളും അക്രമവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ഭരണം, ഈ പുതിയ യാത്രയിൽ കൂടി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പുതുമുഖ
യാത്ര ഇപ്പോൾ ഏതാണ്ട് 13ാമത്തെ ജില്ലയാണ് കൊല്ലത്ത്. ഏകദേശം അവസാനിക്കാൻ ലാസ്റ്റ് തിരുവനന്തപുരം ജില്ല കൂടെ ഉള്ളൂ. വളരെയധികം നല്ല രീതിയിൽ ഇവിടെ പരിപാടികൾ നടത്താൻ സാധിച്ചതിൽ വളരെയധികം കേരളത്തിൽ സന്തോഷമുണ്ട്. നമ്മളൊരു ട്രാൻസ്ജെൻഡർ ക്ഷേമ ബോർഡും ട്രാൻസ്ജെൻഡർ കമ്മീഷനും 24/7 ഹെൽപ്പ് ലൈനും കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹം വളരെ സമാധാനത്തോടെ എല്ലാ രീതിയിലും അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വരുന്ന കാലഘട്ടത്തിൽ വരും. ആ വരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യും. എല്ലാ നമ്മുടെ സമൂഹത്തിൽ അവരുടെ കുറ്റം കൊണ്ടല്ല ഓരോ വിഭാഗം മനുഷ്യർ ജനിക്കുന്നത്. അവർ ജന്മനാൽ ജനിക്കുന്നതാണ്. ആ ജനിക്കുന്ന വിഭാഗത്തിൽ സാധാരണ ഒരു മനുഷ്യന് സമൂഹത്തിൽ എങ്ങനെയാണോ ജോലി ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടിപ്പെടുന്ന, വളരെയധികം കഷ്ടപ്പെടുന്ന, മനസ്സിന് ഇഷ്ടമില്ലാത്ത ജോലികൾക്ക് അതിന് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയും, ഭക്ഷണമാകട്ടെ, അവർക്ക് താമസിക്കാൻ റൂമാവട്ടെ, അവർക്ക് ചെയ്യുന്ന ജോലിയാകട്ടെ, എല്ലായിടത്തു നിന്നും ബുദ്ധിമുട്ടും പീഡനങ്ങളും ഏൽക്കുന്ന വലിയൊരു വിഭാഗമാണ്. അല്പം പേരിൽ കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വരികയും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവരെ കൂടെ നിർത്താൻ കോൺഗ്രസ് പാർട്ടി കാണിച്ച ഒരു വലിയൊരു നേതൃത്വം, അവർ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇത്തരം കമ്മ്യൂണിറ്റിക്ക് വോട്ടവകാശമുണ്ട്. അവർ വോട്ടവകാശമില്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കും സർക്കാർ ചെയ്യേണ്ടത്. ആരും ശ്രദ്ധിക്കാതെ ഒരു വിഭാഗവും അവർക്ക് അവർ കുറച്ച് വോട്ടേ ഉള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ എഴുതിത്തള്ളാതെ അവരെ കൂടെ നിർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ തന്നെ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയോ അല്ലെങ്കിൽ അടുത്ത ഭരണം UDF വന്നാൽ തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അവർ ഈ കാസർഗോഡ് തൊട്ട് അവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ടവർ വളരെയധികം ആത്മാർത്ഥയോടുകൂടി അവരിതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ന് 13 ജില്ല അവസാനിച്ച് വളരെ ഗംഭീരമായ ഒരു സ്വീകരണങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് വി.ഡി. സതീശൻ ഇവിടുന്ന് പോയിരിക്കുന്നത്. ജയറാം രമേശ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതേ ഇനി ഒരു ജില്ലയോട് കൂടി അവസാനിക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ട് മുൻനിരയിലേക്ക് ഇറങ്ങി വരും. എന്തായാലും ഇത്രയും പേര് നമ്മളോടൊപ്പം ഈ സമയത്തും അസമയത്തും അവർ പോകാതെ നിന്ന് നമ്മളോട് അവരെ വിഷമങ്ങൾ പറയുകയും അവരേക്കുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് കർമ്മ ന്യൂസിൻ്റെ ഭാഗമായിട്ട് നന്ദി അറിയിപ്പിക്കുന്നു. ഈ വി.ഡി. സതീശ് സാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു.